ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതായത് കെമിസ്ട്രിയുടെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ആക്ച്വലി പറയാൻ പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ട്. ഐ തിങ്ക് ഇപ്പോൾ എനിക്ക് ലൈവ് എടുക്കാൻ പറ്റും തോന്നുന്നു, 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. സോ പിന്നെ അതിനെ പറ്റി പറയുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ലൈക്ക് എനിക്കത് ഭയങ്കരമായിട്ടും സന്തോഷമുണ്ട് ആക്ച്വലി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1000K കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി മാക്സിമം റിസോഴ്സസ് ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സോ അപ്പം നമുക്ക് കീമിയുടെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കണം. പ്ലസ് നമുക്ക് ഞാൻ ഒരു അനലൈസ് ചെയ്തായിരുന്നു. അതായത് ഒരു 2024 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പം അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫോമുലാസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്രീഫായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പം ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ IUPAC നോമൻക്ലേച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പൗണ്ട്, അതായത് IUPAC അതായത് നെയിമിങ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിപ്പോൾ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ആയാലും കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കോർഡിനേഷൻ കോമ്പൗണ്ടിന് നോമൻക്ലേച്ചർ. സോ അത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഞാനിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം, അല്ല അതിൻ്റെ ടോപ്പിക്സാണ് പറയുന്നതെന്ന് എനിക്കറിയാം. ബട്ട് ലൈക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കുറേ ഞാൻ കണ്ടായിരുന്നു. പിന്നെ റിയാക്ഷൻ മെക്കാനിസം, SN1 SN2 E1 E2 റിയാക്ഷൻസ്, പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ആൽഡിഹൈഡ്, ആൽക്കഹോൾ, കീറ്റോൺസ്, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഐസോമറിസം, സ്ട്രക്ചറൽ സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. പിന്നെ അരോമാറ്റിക്, അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്, അതായത് ഏതായിരിക്കും ഫാസ്റ്റായിട്ട് നടക്കുന്നത്. 2 റിയാക്ഷൻസ് കൊടുത്തിട്ട് ചിലപ്പോൾ SN1 SN2 കൊടുത്തിട്ട് ഇതിലേതായിരിക്കും ഫാസ്റ്റായിട്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് ലേഷാലിറ്റീസ് പ്രിൻസിപ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലേഷാലിറ്റീസ് പ്രിൻസിപ്പിൾ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, പിന്നെ എഫക്റ്റ് ഓഫ് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. EMF സൊല്യൂഷൻ്റെയൊക്കെ EMF കണ്ടുപിടിക്കുക. പിന്നെ സെല്ലിൻ്റെ ഡയഗ്രാം ചിലപ്പോൾ തന്നിട്ട് അതിൻ്റെ ഏത് റിയാക്ഷനാണ് പർട്ടിക്കുലർലി നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ +1 ടോപ്പിക്സ് ഭയങ്കരമായിട്ട് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുവാണെങ്കിൽ അതായത് ലേഷാലിറ്റീസ് ഒക്കെ +1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലേഷാലിറ്റീസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രമാറ്റിക് ഫോം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണമെങ്കിൽ എന്താണെന്നുള്ളത്. പിന്നെ അതുമല്ല നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിലില്ലേ, നമുക്ക് അതായത് എൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ലേഷാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ കുറച്ചൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട്. സോ ഇഫ് പോസിബിൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. സൊല്യൂഷൻ ഉണ്ട് ആക്ച്വലി, ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം ആ വീഡിയോ. ഇനി നമുക്ക് ലേഷാലിറ്റീസ്, അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയവും തെർമോഡൈനാമിക്സും ആണ് +1 എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ അത് പഠിക്കാതെ പോകരുത്. തെർമോഡൈനാമിക്സിൽ എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി ഒക്കെ. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ് എടുക്കുവാണെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ, ആക്ടിവേഷൻ എനർജി, ഇതിലേതാണ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫോമുല തന്നിട്ട് ഇത് ഏത് ഓർഡറാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ടാണ് കേട്ടോ. പിന്നെ സൊല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൊളാലിറ്റി, പിന്നെ സൊല്യൂഷൻ്റെ ലൈക്ക് എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട്, പിന്നെ ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിങ് പോയിന്റ്, അത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചുകൊണ്ട് അതായത് ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് ഫുള്ള് മേടിച്ചിരിക്കണം. സൊല്യൂഷനിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻസെങ്കിലും മിനിമം വരാം, 2 or 3 ക്വസ്റ്റ്യൻസ് വരാം. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇൻഓർഗാനിക്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതിൻ്റെ നോമൻക്ലേച്ചർ ഭയങ്കര ഞാൻ പറഞ്ഞില്ല, കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പീരിയോഡിക് ആയിട്ടുള്ള ട്രെൻഡ് നിങ്ങൾ നോക്കി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ആറ്റോമിക് റേഡിയസ് എങ്ങനെയാണ്, അതും ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ ഞാൻ പോസ്റ്റായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി പേജ് ഉണ്ടല്ലോ, അത് നിങ്ങളെപ്പോൾ ഒരു ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ചിലവർക്ക് അത് ഡൗട്ടുണ്ട്,
ഉണ്ട് എവിടെയാണ് ഞാൻ നോട്ട് ഷെയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പോസ്റ്റിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ആക്ച്വലി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൽ അയക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേട്ടോ, അല്ലാതെ ഞാൻ ചുമ്മാ റാൻഡംലി അയക്കുന്നതല്ല. അതിൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ മാക്സിമം നമ്മുടെ അതിൻ്റെ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലനേഷനും ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ അയക്കുന്ന പ്രീവിയസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ക്വസ്റ്റ്യൻസ് ആയിട്ട് അയക്കുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. പിന്നെ ഞാൻ ഇനിയും വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയും എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ മാക്സിമം ലൈക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് വീതം, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വീതം ഷെയർ ചെയ്യാം. ഈസി ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മുടെ പോസ്റ്റിലും ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, പർട്ടിക്കുലർലി പാടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലൈക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ എനിക്കത് ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ കെമിസ്ട്രി ഐ തിങ്ക് ഒരു മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു പീസ് ഓഫ് കേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ക്വസ്റ്റ്യൻസും ചിലതൊക്കെ റിപ്പീറ്റഡ് ആണ്, ചില പോർഷൻസ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ബട്ട് ലൈക്ക് ഒന്നും അറിയത്തില്ല, ഓരോ ട്രെൻഡ് അനുസരിച്ച് ഇത് എനിക്ക് തോന്നുന്നു ഇവർ റിപ്പീറ്റഡ് തന്നെ ആയിരിക്കാം ചോദിക്കുന്നത്. കാരണം എൻ്റെ വർഷം അങ്ങനെയാണ്, പിന്നുള്ള വർഷങ്ങളിൽ ഞാൻ ചെറിയ രീതിയിൽ അത് കണ്ടിട്ടുണ്ട്. ബട്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പ്രീവിയസ് ഇയർ നിങ്ങൾ പഠിച്ചോ, പിന്നെ നിങ്ങൾക്കൊരു ഇത് വരത്തില്ലല്ലോ, അയ്യോ അത് നോക്കിയില്ലല്ലോ എന്നുള്ളത് നമ്മുടെ ഒരു പേടി മാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ. ഓക്കെ, സോ നമുക്ക് ബാക്ക് ടു നമ്മുടെ ടോപ്പിക്സ്. പിന്നെ കെമിക്കൽ പീരിയോഡിക് ട്രെൻഡ് നോക്കുക, കെമിക്കൽ ബോണ്ടിങ്, ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, VSEPR തിയറി ഉണ്ട്, മോളിക്കുലർ ജോമെട്രി, ഓർബിറ്റൽ ഡയഗ്രാംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനിയും P ബ്ലോക്ക് എലമെൻറ്റ്സ്, ചിലപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയും അല്ലെങ്കിൽ എന്തെങ്കിലും എലമെൻറ്റിൻ്റെ സ്പെസിഫിക് ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. പിന്നെ D ബ്ലോക്ക് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ മെറ്റൽ എലമെൻറ്റ്സ്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എസ്സും ഉണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ അതായത് pHൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ബഫർ സൊല്യൂഷൻ ഏതാണ്, ഇതിലിപ്പം തന്നിട്ടുള്ള താഴെയിൽ ഏതാണ് ഏറ്റവും ഭയങ്കര ഹൈലി ബഫർ ആയിട്ടുള്ളത്. പിന്നെ റിഡോക്സ് റിയാക്ഷൻ്റെ ലൈക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ബാലൻസിങ് അതൊക്കെയുണ്ട്. പിന്നെ ബോണ്ടിങ് ഇൻ ഡയാറ്റോമിക് മോളിക്യൂൾസ്, അതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പം ഇത്രയൊക്കെ ലൈക്ക് ടോപ്പിക് വൈസ് എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കാതെ ലൈക്ക് ഇതെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതാണ്. പക്ഷെ ഇനിയും കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ലൈക്ക് ഇതെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം എന്നേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് ക്വസ്റ്റ്യൻസ് കുറേ ഏറെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയായിരുന്നു. അതിൽ എനിക്ക് ലൈക്ക് ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതായത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻലി അവർ ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇന്നലെ ഞാൻ പോസ്റ്റിലിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടവർക്ക് മനസ്സിലാവും. അതായത് എന്നോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ടു ഡിറ്റർമൈൻ ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ടെക്നീഷ്യം എന്ന് പറഞ്ഞ ഒരു മെറ്റൽ, അതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ആറ്റോമിക് നമ്പർ 43 ആണ്. അപ്പം നമ്മൾ നോക്കണം, KR എന്ന് പറഞ്ഞാൽ ക്രൈപ്റ്റോൺ എന്നാണ്. ക്രൈപ്റ്റോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 36 ആണ്. അപ്പോൾ 36ഉം എത്രയും കൂടെ കൂട്ടിയാൽ 43 കിട്ടുന്ന 7. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ 37th ഇലക്ട്രോൺ ഗോസ് ടു ദ 5s ഓർബിറ്റൽ ആൻഡ് ദ റിമൈനിങ് 6 ഇലക്ട്രോൺ ഗോസ് ഇൻ ടു ദ 4d ഓർബിറ്റൽ. അപ്പോൾ അങ്ങനെയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറേ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, എങ്ങനെയാണ് എസിലോട്ടും ഡിയിലോട്ടും ഒക്കെ ലൈക്ക് ഇലക്ട്രോൺസ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇപ്പം ഇതാണ് അതിൻ്റെ ആൻസർ, ഞാനത് സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ മൊളാരിറ്റി അതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതെന്തായാലും വരും. ഒന്നെങ്കിൽ മൊളാരിറ്റി സൊല്യൂഷൻ ചാപ്റ്റർ എന്തായാലും ഫിക്സ് ആട്ടോ. പിന്നെ മോൾസ് ഓഫ് നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു അഡീഷണൽ അഡ്വാൻറ്റേജാണ് ആക്ച്വലി ഈ സൊല്യൂഷനിൽ നിന്ന് വന്നാൽ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് ഭയങ്കര വലിയ വീഡിയോ ആയിപ്പോവും. ഞാൻ അതിൻ്റെ കുറച്ച് ലൈക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് സ്ക്രീൻഷോട്ട്സ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നോർമാലിറ്റിയുടെ ക്വസ്റ്റ്യൻസും വന്നായിരുന്നു. പിന്നെ KP KC, ആ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ആ ഈ KPയും KCയും ഏത് ഇക്വേഷനിലാണ് ഈക്വൽ ആവുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അത് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കാണുകയും ചെയ്തു, കെ പിയുടെയും കെ സി. അപ്പം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിക്കണം, എങ്ങനെയാണ് കെ പി കെ സി ഈക്വലാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കണം. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല, അത് പ്രീവിയസ് ഇയർ 2024 ക്വസ്റ്റിനകത്തുള്ളതായിരുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ. യെസ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ, അതായത് ചിലപ്പം നമ്മുടെ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്തായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. അതായത് ഇക്വേഷൻ ഓഫ് ഡെൽറ്റ എച്ച് ബി അത് കണ്ടുപിടിക്കാൻ ചിലപ്പം പറയും. അതായത് എൻതാൽപ്പി ഓഫ് കമ്പൽഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഉണ്ട്, കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള പ്രഷർ ഇതെന്താണ്, എൻതാൽപ്പി എന്താണ്. ആ ഒരു എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഫോർമുല അറിയാമല്ലോ. എൻതാൽപ്പി ഓഫ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് കോൺസ്റ്റൻറ്റ് വോളിയം പ്ലസ് ഡെൽറ്റ എൻ ഡോട്ട് ആർ ഡോട്ട് ടി. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ആ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ളൊരു ടെക്നിക് നിങ്ങൾ പഠിച്ചിരിക്കണം. അതും ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. പിന്നെ ലേഷാൽഡേസ് പ്രിൻസിപ്പിൾ അതിൻ്റെ ഡെഫിനിഷൻ സഹിതം ഇതിലുണ്ട്, അത് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ലേഷാൽഡേസ് പ്രിൻസിപ്പിളൊക്കെ വെച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. increases the pressure, shift the equilibrium and forward direction where fewer molecules of gas are present. Okay, yeah, so option C ആണ് ആൻസർ. ഇനി നമുക്ക് അടുത്തത് ഇങ്ങനെ അയോണിക് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അതൊക്കെ അതായത് അപ്പം ഇപ്പം CO3 2- എന്ന് പറഞ്ഞാൽ ആ സാധനം അല്ലെങ്കിൽ ആ ഒരു CO3 2- മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പം എക്സ് പ്ലസ് നമുക്കറിയാം ഓക്സിജൻ്റെ ഓൾറെഡി -2 എന്നറിയാം. എക്സ് പ്ലസ് 3 ഓക്സിജൻ ഉണ്ട്, 3 × -2 = -2. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ +4 കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ oxidation number of carbon is +4. Oxidation number of 3 oxygen atoms are each -2. Summing this oxidation numbers, okay, നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എന്തായാലും വാല്യൂ ഓക്സിഡേഷൻ കാൽക്കുലേറ്റ് ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് തോന്നുന്നു. ആ ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയിട്ടല്ല അത് എങ്ങനെയാണ് ഇപ്പോൾ എന്തെങ്കിലും ഓക്സിഡേഷൻ. അപ്പോൾ ഇതിൽ ചിലപ്പം കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ എഴുതിയാൽ മതി, +4 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? പിന്നെ അതായത് റേറ്റ് ഞാൻ പറഞ്ഞ പോലെ ഏത് റേറ്റ് ആണ്, ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ, അതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ലോ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ അതിൻ്റെ ഫോർമുല എന്താണ്, അസോസിയേഷനും ഡിസോസിയേഷനും ഒക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അതിൻ്റെ ഫോർമുല ക്ലിയർ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രീവിയസ് ആയിട്ട് അതായത് 2024 നടത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് 2024 ആൻസറും ഉണ്ട്, ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷൻ സഹിതമുള്ളത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അയക്കാം, അത് നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചാൽ മതി. ബഫർ സൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ എന്താ, അപ്പോൾ എക്സാമ്പിൾ ഓഫ് സം ബഫർ സൊല്യൂഷൻസ് അതൊക്കെ ജസ്റ്റ് പഠിച്ച് വെക്കുക, ഏത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. അതും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഹയസ്റ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് അത് കണ്ടുപിടിക്കുന്നതൊക്കെ നോക്കിക്കോണം, എങ്ങനെയാണ് ഡൈപോൾ മൂവ്മെൻറ്റ് വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ടിപ്സും ട്രിക്കും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് പോർഷൻസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സാണ് മെയിൻലി പറയുന്നത്. ഇതൊക്കെ കുഴപ്പമില്ലാത്ത ആംഗുലർ നോഡ് റേഡിയൽ നോഡ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നോക്കാൻ മറക്കരുത്. അത് ഞാൻ കൊടുത്തേക്കാം, സ്ക്രീനിൽ ഞാൻ എല്ലാം കൊടുത്തേക്കാം. യെസ്, അപ്പം ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ തോന്നുന്നു. വേറെ ബാക്കി നോർമാലിറ്റി അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. പിന്നെ ഫിംഗൽസ്റ്റൺ റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ, സാൻമയേഴ്സ് റിയാക്ഷൻ, വില്ലിംഗ്സൺ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. ഇതിൽ ചിലപ്പോൾ റിയാക്ഷനായിട്ട് എഴുതാനൊന്നും ചോദിക്കത്തില്ല, പക്ഷേ ഇതിൻ്റെ കാറ്റലിസ്റ്റ് എന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്താണ് കിട്ടുന്നത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. കാറ്റലിസ്റ്റ് ഞാൻ പറയട്ടെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഓരോ റിയാക്ഷനായിട്ട് അതിൻ്റെ കാറ്റലിസ്റ്റ് എന്താണെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനിയും പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ ദ കോമ്പൗണ്ട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിനും കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഒരു ഡൂമാസ് മെത്തേഡ് ഓഫ് നൈട്രജൻ എസ്റ്റിമേഷൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്.
സിലബസിലൊന്നും ഇല്ലയെന്ന് ആരും പറയരുത്. അത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റിന് സോളിഡ് സ്റ്റേറ്റ് സിലബസിലില്ല. ആക്ച്വലി ഞാൻ ലൈക്ക് ഞാൻ പഠിച്ച ടൈമിൽ എൻ്റെ ലൈക്ക് കുറേ വർഷം മുമ്പേ അല്ലേ, അപ്പം അതുമാണ് ഞാൻ പിന്നെ അതായത് എൻ്റെ തൊട്ട് മുന്നത്തെ 2 വർഷങ്ങളിലൊക്കെയാണ് ഞാൻ അനലൈസ് ചെയ്തത്, കാരണം ഒരു 4 വർഷം മുന്നത്തെ. അപ്പം അത് നോക്കിയപ്പോഴും സോളിഡ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലൈക്ക് നിങ്ങൾക്ക് ബാക്കി പോർഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, സോളിഡ് സ്റ്റേറ്റ് ഇല്ല. ടിപ്പിക്കലി ഐ എം വെരി സോറി, ലൈക്ക് ഞാനതങ്ങനെ ഒരു മിസ്ഇൻറ്റർപ്റ്റ് ചെയ്തതിന് സോറി. ആക്ച്വലി ബാക്കി ടോപ്പിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, സോളിഡ് സ്റ്റേറ്റ് ഇല്ല. ബാക്കി കുറച്ച് ടോപ്പിക്സിൽ കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും ഉണ്ട്, കാരണം 2024 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ സാധാരണ ഇങ്ങനെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി പറയുവാണെങ്കിൽ കുറച്ച് റിയാക്ഷൻസ് എങ്ങനെയാണ് ലൈക്ക് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്, അങ്ങനെ. അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ച, അല്ലെങ്കിൽ സ്കൂളിൽ ആക്ച്വലി CBSE ഏത് സിലബസിലാണെങ്കിലും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ലൈക്ക് എനിക്ക് ജസ്റ്റ് അത് ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ pH തന്നിട്ടുണ്ട്, 3 മിക്സ്ചറിൻ്റെ എന്തോ pH തന്നിട്ടുണ്ട്. ആ ഒരു അല്ലെങ്കിൽ 3 സൊല്യൂഷൻ അല്ലെങ്കിൽ 3 കോമ്പൗണ്ടിലെ ഇത് തന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ കോൺസെൻട്രേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ pH തന്നിട്ട് പറയാം ആ 3 സംഭവങ്ങൾ അല്ലെങ്കിൽ 3 കോൺസെൻട്രേഷനുള്ള കോമ്പൗണ്ട്സ് എന്തോ മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള കോൺസെൻട്രേഷൻ എന്താണ്, pH തന്നു, pH തന്നിട്ട് 3ഉം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോമുല ഉണ്ട്, അതായത് H+ മിക്സ്ചർ = 1/3 ഇൻറ്റു എല്ലാത്തിൻ്റെയും pH കൂട്ടുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ആ ഒരു ഫോമുല ഞാൻ എഴുതാം. പിന്നെ പെർസെൻറ്റേജ് ഓഫ് ആൻ ആൽക്കഹോൾ, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഞാൻ ഇട്ടേക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. ഇനിയിപ്പം കെമിസ്ട്രി തൊട്ട് അങ്ങ് തുടങ്ങിക്കോ. കെമിസ്ട്രിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോർഷൻസും കാര്യങ്ങളും ഒക്കെ വൃത്തിക്ക് പഠിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്യുക. 2024 ക്വസ്റ്റ്യൻസ് ഇത് 6 ദിവസം, എനിക്കൊക്കെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറുള്ള, കാരണം ഒരു ദിവസമായിരുന്നു എല്ലാം നടക്കുന്നത്. പക്ഷെ 6 സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം പല ഡിഫറെൻറ്റ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് കിട്ടും. അത് എനിക്കറിയാം, പലർക്കും ഞാൻ തന്നെ ഇന്നലെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്കും ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. പക്ഷെ നമുക്ക് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കുക. സൊല്യൂഷൻ വരെ ഉണ്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ അയക്കാം. സോ സ്റ്റേ ട്യൂൺ ആയിട്ട് നിൽക്കുക. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. കാണുന്നിടം വരെ ബൈ ബൈ.